നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 2 ദിവസങ്ങളിലായി പെയ്ത വേനൽ മഴയെ തുടർന്ന് ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷം. കടൽക്ഷോഭത്തെ തുടർന്ന് മുസോടി അദീക കടപ്പുറത്ത് 3 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കാസർഗോഡ് ജില്ലാ പോലീസ് നടപ്പിലാക്കുന്ന സഹൃദയ പദ്ധതിയുടെ വാർഷിക സൗഹൃദോത്സവം മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു. സൗഹൃദോത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ദേശീയ റോഡ് സുരക്ഷാ വാരാഘോഷത്തിന് ജില്ലയിൽ തുടക്കമായി. വാരാചരണത്തിന്റെ ഭാഗമായി ജില്ലയിൽ സംഘടിപ്പിക്കുന്നത് വിപുലമായ പരിപാടികൾ. ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ് ജനറൽ കമ്മിറ്റിയുടെ യുവമുന്നേറ്റ യാത്ര കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങിൽ ഫിലിപ്പ് എബ്രഹാം യാത്ര ഉദ്ഘാടനം ചെയ്തു. പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സുവർണ ജൂബിലി വർഷത്തിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം ശ്രദ്ധേയമായി. GST ഇന്റലിജൻസ് ഡയറക്ടർ ജനറൽ ജോൺ ജോസഫ്, തെന്നിന്ത്യൻ സാഹിത്യകാരി റുഖിയ സൽമ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. ഭാസ്കര കുമ്പളയുടെ 21ാമത് രക്തസാക്ഷിത്വ ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ നിരവധി പേർ സംബന്ധിച്ചു. മഞ്ചേശ്വരം ചിഗറുപാതെ CM നഗർ ദാറുൽ നജാത്ത് എഡ്യൂക്കേഷൻ സെന്റർ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 8ാം വാർഷികത്തിന്റെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. 2 ദിവസങ്ങളിലായി പെയ്ത വേനൽ മഴയെ തുടർന്ന് ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമായി. കടൽക്ഷോഭത്തെ തുടർന്ന് മുസോടി അദീക കടപ്പുറത്ത് 3 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിൽ മഞ്ചേശ്വരം, മൂസോടി, അദീക, മൊഗ്രാൽ, തൃക്കണ്ണാട്, ഹൊസ്തുർഗ്, അജാനൂർ, അഴീത്തല, ചിത്താരി, ചെറുവത്തൂർ, പന്തേന്മാട് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കടലാക്രമണം രൂക്ഷമായത്. കാഞ്ഞങ്ങാട് കാസർഗോഡ് KSTP പാതയിൽ കോട്ടിക്കുളം മുതൽ തൃക്കണ്ണാട് വരെയുള്ള ഭാഗങ്ങളിൽ കടൽ 20 മീറ്ററോളം കരയിലേക്ക് കയറി. തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിന്റെ മണ്ഡപത്തിന് സമീപത്തേക്ക് വരെ തിരമാലകൾ അടിച്ചു കയറി. കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. ഉപ്പള മൂസോടി അദീക കടപ്പുറത്ത് കടൽക്ഷോഭം രൂക്ഷമാണ്. 3 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു. 20ഓളം കുടുംബങ്ങൾ കടൽക്ഷോഭ ഭീഷണിയിലാണ്. അദീക കടപ്പുറത്ത് യർമുള്ള, സുഹറ, മുഹമ്മദ് എന്നീ കുടുംബങ്ങളെയാണ് ബന്ധുവീടുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ശക്തമായ തിരമാലകൾ ഇവരുടെ വീടുകളിലേക്ക് അടിച്ചു കയറിയത്. മഞ്ചേശ്വരം താലൂക്ക് ഓഫീസിലെ ഡെപ്യൂട്ടി തഹസിൽദാർ ദേവദാസ്, കുമ്പള സ്റ്റേഷൻ ഹൗസ് ഓഫീസർ K പ്രേംസദൻ, ഷിറിയ തീരദേശ പോലീസ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് ജില്ലാ പോലീസ് നടപ്പിലാക്കുന്ന സഹൃദയ പദ്ധതിയുടെ വാർഷിക സൗഹൃദോത്സവം മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു. സൗഹൃദോത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ ജീവൻ ബാബു വാർഷിക സൗഹൃദോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഈ നാട്ടിൽ ഒത്തിരിയേറെ ക്ലബ്ബുകളുണ്ട്. ഇന്ന് കേരളത്തിൻ്റെ പല പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ നടക്കുകയും ക്ലബ്ബുകളുടെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുന്ന ഒരു ജില്ല കൂടിയാണ് കാസർഗോഡ്. പക്ഷെ അതിലെ ദുഃഖകരമായിട്ടുള്ള സത്യം, അതിലെ ചില ക്ലബ്ബുകളെങ്കിലും മത അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ദൈവമേ നന്നാകണം, ഞാനും എൻ്റെ മതത്തിൽപ്പെട്ട ആളുകൾ ആദ്യം അത് പറയും. പിന്നെ പറയും ദൈവമേ നന്നാകണം, ഞാനും എൻ്റെ കുടുംബക്കാരും. അവസാനം പറയുമ്പോൾ ദൈവമേ നന്നാകണം ഞാൻ മാത്രം എന്നുള്ളൊരവസ്ഥയിലേക്കാണ് നമ്മുടെ എല്ലാവരുടെയും ചിന്താഗതി പോകുന്നത്. അതിനെ മറികടന്നുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും നന്മ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ മാനുഷിക ചിന്ത നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട സമയം അതിക്രമിച്ചു. ജില്ലാ പോലീസ് മേധാവി KG സൈമൺ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് സർവകലാശാല ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ PJ വിൻസെന്റ്, കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ B ഫാത്തിമ ഇബ്രാഹിം, PV ജയരാജൻ, K ദാമോദരൻ, അസിനാർ, ശിവപ്രസാദ്, രവീന്ദ്രൻ, M പത്മാക്ഷൻ എന്നിവർ സംസാരിച്ചു. ജനുവരി മാസത്തിൽ സംഘടിപ്പിച്ച സഹൃദയ കായിക കലാപരിപാടികൾ വിജയിച്ചവർക്കുള്ള സമ്മാനദാനം ചടങ്ങിൽ വെച്ച് നിർവഹിച്ചു. ഒന്നാം സ്ഥാനം നേടിയ ഫസ്റ്റ് പ്രൈസ് വിന്നർ ടീം കാസർഗോഡ് ശ്രീ ഇക്ബാൽ, പ്രസിഡന്റ് ക്രിക്കറ്റ് അസോസിയേഷൻ കാസർഗോഡ്. ടീമിലെ ശ്രീ ഗിരീഷ് കൊടക്കാട് ബെസ്റ്റ് സെറ്റർ. ഉമേഷ് ആൻഡ് ടീം. സഹൃദയ കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി.
തുടർന്ന് ഫ്ലവേഴ്സ് ചാനലിലെ ഉപ്പും മുളകും ടീം അവതരിപ്പിച്ച കോമഡി വിരുന്ന് അരങ്ങേറി. കലാപരിപാടികൾ കാണുവാനും സൗഹൃദോത്സവത്തിൻ്റെ ഭാഗമാകുവാനും നിരവധി പേരാണ് എത്തിച്ചേർന്നത്. കാസർഗോഡ് ജില്ലാ പോലീസ് നടപ്പിലാക്കുന്ന സഹൃദയ പദ്ധതിയുടെ 1ാം വാർഷികമാണ് സൗഹൃദോത്സവം എന്ന പേരിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചത്. ന്യൂസ് ഡെസ്ക് KCN. ദേശീയ റോഡ് സുരക്ഷാ വാരാഘോഷത്തിന് ജില്ലയിൽ തുടക്കമായി. റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിപുലമായ പരിപാടികളായിരിക്കും സംഘടിപ്പിക്കുക. ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. ദേശീയ റോഡ് സുരക്ഷാ വാരാഘോഷത്തിന് ജില്ലയിൽ തുടക്കമായി. തിങ്കളാഴ്ച മുതൽ 30 വരെയാണ് റോഡ് സുരക്ഷാ വാരാഘോഷം. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റാണ് വാരാഘോഷം നടത്തുന്നത്. ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം നിർവഹിച്ചു. പ്രായത്തിന്റെ പക്വതയിൽ എന്തെന്നറിയാത്തൊരു അവസ്ഥയിലാണ് ഏകദേശം 10-15 വയസ്സും 25 വയസ്സിൻ്റെ ഇടയിലുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്നത്. ഓവർ സ്പീഡിൽ വരുമ്പോൾ നിർത്തിയിട്ട വാഹനങ്ങളെയും ഒക്കെ കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഉള്ളൊരു ബുദ്ധിമുട്ടാണ്. ജില്ലാ കളക്ടർ കെ ജീവൻ ബാബു അധ്യക്ഷത വഹിച്ചു. അപകടങ്ങൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്ന വണ്ടി ഓടിക്കാൻ അറിയാൻ മേലാത്ത ആളുകളിൽ നിന്നല്ല. നമ്മൾ എല്ലാവരും വണ്ടി ഓടിച്ച് തുടങ്ങുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടം അങ്ങനെയുള്ള ആളുകളിൽ നിന്നുണ്ടാകുന്ന അപകടത്തെക്കാളും ഏറ്റവും കൂടിയ അപകടങ്ങൾ ഉണ്ടാകുന്ന എനിക്ക് വണ്ടി ഏറ്റവും നന്നായിട്ട് ഓടിക്കാൻ അറിയാമെന്നുള്ള ഓവർ കോൺഫിഡൻസിൽ പോകുന്ന ആളുകളിൽ നിന്നാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഒത്തിരി പേർക്ക് നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയായിരിക്കും, പക്ഷെ അത് നിങ്ങളുടെ കോൺഫിഡൻസ് ആയിക്കോട്ടെ, അത് നിങ്ങളുടെ ആത്മവിശ്വാസം ആയിക്കോട്ടെ, പക്ഷെ അത് നിങ്ങളുടെ അമിത വിശ്വാസമായിട്ട് മാറരുത്. ജില്ലാ പോലീസ് മേധാവി KG സൈമൺ, നഗരസഭാ കൗൺസിലർ ജയപ്രകാശ്, ട്രോമ കെയർ സൊസൈറ്റി പ്രസിഡന്റ് T കുഞ്ഞമ്പു നായർ, RTO ബാബു ജോൺ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ K രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ് ജനറൽ കമ്മിറ്റിയുടെ യുവമുന്നേറ്റ യാത്ര കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങിൽ ഫിലിപ്പ് എബ്രഹാം യാത്ര ഉദ്ഘാടനം ചെയ്തു. അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിഷയം ഇവിടെ ഓർപ്പിച്ചതുപോലെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റമല്ല, മറ്റേതെങ്കിലും പ്രത്യേക കാരണങ്ങളല്ല. നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷയം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമാണ്. പ്രായ വ്യത്യാസമന്യേ, ആൺപെൺ വ്യത്യാസമന്യേ നമ്മുടെ കൊച്ചു കേരളം ഇന്ന് മദ്യപാനത്തിനും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമകളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മുഖാന്തരമായി ലൈംഗിക ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളായി ആശഭാരതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തമായ കാര്യങ്ങൾ നമ്മളൊക്കെ തലകുനിക്കുന്ന കാര്യങ്ങളാണ്. ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. ജോർജ് വർഗീസ് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. ജോമോൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. SS സാജു, ബിജു തോമസ്, എപി ബേബി, സോവി മാത്യു, സാംസൺ എന്നിവർ സംസാരിച്ചു. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് യുവജന വിഭാഗമാണ് ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ്. സാമൂഹിക തിന്മകൾക്കെതിരെയാണ് സംഘടനയുടെ നേതൃത്വത്തിൽ യുവമുന്നേറ്റ യാത്ര നടത്തുന്നത്. യാത്ര മെയ് 17 തിരുവനന്തപുരത്ത് സമാപിക്കും. ന്യൂസ് ഡെസ്ക് KCN. പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സുവർണ ജൂബിലി വർഷത്തിൽ പൂർവ്വ വിദ്യാർത്ഥികൾ കുടുംബസമേതം കോളേജിൽ സംഗമിച്ചു. കുടുംബസംഗമം പൂർവ്വ വിദ്യാർത്ഥിയും GST ഇന്റലിജൻസ് ഡയറക്ടർ ജനറലുമായ ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത തെന്നിന്ത്യൻ സാഹിത്യകാരി റുഖിയ സൽമ മുഖ്യാതിഥിയായി. പടന്നക്കാട് നെഹ്റു കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് നൊസ്റ്റാൾജിയ അറ്റ് 15 സംഘടിപ്പിച്ചത്. അരനൂറ്റാണ്ടുകാലമായി കോളേജിൽ പഠനം നടത്തി പിരിഞ്ഞുപോയവരുടെ സംഗമമാണ് നടന്നത്. സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ പഴയ സതീർത്ഥരെ കാണാൻ എത്തിയിരുന്നു. രാജ്യത്തിന്റെ ഉയർന്ന പദവികളിൽ ഇരിക്കുന്നവർ ഉൾപ്പെടെ വൻ പങ്കാളിത്തമാണ് സംഗമത്തിനുണ്ടായത്. കേന്ദ്ര ഗവൺമെന്റ് സ്പെഷ്യൽ സെക്രട്ടറി GST ഇന്റലിജൻസ് ഡയറക്ടർ ജനറലുമായ ഡോക്ടർ ജോൺ ജോസഫ് സംഗമം ഉദ്ഘാടനം ചെയ്തു. നമ്മളിപ്പോൾ ഏത് മനുഷ്യനാണെങ്കിലും അവന് വളർന്നു വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയില്ലെങ്കിൽ, ഏത് വിത്താണെങ്കിലും നമ്മൾ വളക്കൂറില്ലാത്ത മണ്ണിൽ അല്ലെങ്കിൽ വരൾച്ചയുള്ള മണ്ണിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അതിനൊരു ഫലവും ഉറപ്പിക്കാൻ കഴിയില്ല. അതേസമയത്ത് ഏത് മോശം വിത്താണെങ്കിലും വളക്കൂറുള്ള മണ്ണിൽ വളവും വെളിച്ചവും നിർബന്ധം കിട്ടുന്ന മണ്ണിൽ കളകളില്ലാത്ത സ്ഥലത്ത് വിറയ്ക്കുകയാണെങ്കിൽ അതിനകത്ത് 50-100 മേനി വിളയും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. പ്രിൻസിപ്പൽ PV പുഷ്പജ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, മാനേജർ A വിജയരാഘവൻ, ഡോക്ടർ V ഗംഗാധരൻ, KP കരുണാകരൻ, P ഗോപാലകൃഷ്ണൻ, PV രാഘവൻ മാസ്റ്റർ, AV ചന്ദ്രൻ, P ഹരിത, PM അബ്ദുൽ നാസർ, രാഘവൻ കുളങ്ങര തുടങ്ങിയവർ സംസാരിച്ചു.
ഭാസ്കര കുമ്പളയുടെ 21ാമത് രക്തസാക്ഷിത്വ ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ നിരവധി പേർ പങ്കെടുത്തു. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം യൂണിറ്റ് മേഖലാ കേന്ദ്രങ്ങളിൽ പ്രഭാതബേരിയും പതാക ഉയർത്തലും സംഘടിപ്പിച്ചിരുന്നു. കുമ്പള ഷേഡിക്കാവിലെ ഭാസ്കര കുമ്പളയുടെ സ്മൃതി മണ്ഡപത്തിൽ ജില്ലാ പ്രസിഡന്റ് ശിവജി വെള്ളിക്കോത്ത് പതാക ഉയർത്തി പുഷ്പചക്രം അർപ്പിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ യോഗം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സജിത റൈ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി K മണികണ്ഠൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K സബീഷ്, രേവതി, KR ജയാനന്ദ, P രഘുദേവൻ, M ശങ്കർ റൈ, TK മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മാവിനക്കട്ട ദേവിനഗർ കേന്ദ്രീകരിച്ച് വൈറ്റ് വളണ്ടിയർ മാർച്ചും പ്രകടനവും നടന്നു. മാർച്ചിലും പ്രകടനത്തിലും നിരവധി പേർ പങ്കെടുത്തു. കുമ്പള ടൗണിൽ നടന്ന അനുസ്മരണ പൊതുയോഗം കേന്ദ്ര കമ്മിറ്റി അംഗം AA റഹീം ഉദ്ഘാടനം ചെയ്തു. സൂര്യൻ അങ്ങനെ സ്വയം വെന്തുരുകുന്നത് കൊണ്ടാണ് ഈ പ്രപഞ്ചവും ഞാനും നീയും പുൽക്കൊടികളും മുഴുവൻ ചരാചരങ്ങളും ഈ മണ്ണിൽ ജീവജാലങ്ങളും നിലനിൽക്കുന്നത്, ജീവന്റെ വായു ഇവിടെ ബാക്കിയാകുന്നത്. പക്ഷെ സൂര്യൻ സ്വയം ചുട്ടുപഴുത്തുകൊണ്ടിരിക്കുന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകർ സ്വന്തമെന്ന പദം മറന്നുകൊണ്ട് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നവർ, വർഗീയതക്കെതിരായി യുദ്ധം ചെയ്യുമ്പോൾ ഒരുപക്ഷെ താൻ പിടഞ്ഞു വീണെന്നിരിക്കലും വർഗീയതക്കെതിരായ പോരാട്ടത്തിൽ മരിച്ചു വീഴുന്നതുവരെയും പൊരുതുവാൻ നിശ്ചയിച്ചുറപ്പിച്ചവർ. ശിവജി വെള്ളിക്കോത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് KCN. മഞ്ചേശ്വരം ചിക്കുറുപാതെ CM നഗർ ദാറുൽ നജാത്ത് എഡ്യൂക്കേഷൻ സെന്റർ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 8ാം വാർഷികത്തിന്റെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. മഞ്ചേശ്വരം CM നഗർ ചിനാലെ ചിക്കുറുപാതെ ദാറുൽ നജാത്ത് എഡ്യൂക്കേഷൻ സെന്ററിന്റെ 8ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ಸೌಜನ್ಯ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ಅಬ್ದುಲ್ ಖಾದರ್ ಸಖಾಫಿയുടെ ಅಧ್ಯಕ್ಷತೆಯಲ್ಲಿ ನಡೆದ ಕ್ಯಾಂಪ್ PR ಶೆಟ್ಟಿ ಉದ್ಘಾಟನೆ ചെയ്തു. ಇದು ಪ್ರಾರಂಭವಾದರೂ ಈಗ ಅದು ದೊಡ್ಡ ಮಟ್ಟಿಗೆ ಬೆಳೆಯುತ್ತದೆ. ಅದಕ್ಕೆ ಈ ಊರಿನ ಎಲ್ಲರೂ ಸಹಕರಿಸಿದ್ದಾರೆ. ಹಾಗೂ ಈಗ ಕ್ರಮೇಣ ಇದು ಒಂದೊಂದು ಮೇಲೆ ಇದಾಗ್ತಾ ಇದೆ. ಈಗ ಮನುಷ್ಯರ ಜೀವನದಲ್ಲಿ ಒಂದು ನೋವು, ಆಮೇಲೆ ಒಂದು ಹಸಿವು, ಈ ಎರಡನ್ನು ನಿವಾರಿಸ್ತಾ ಬರ್ತದೆ ಈ ದಾರುಲ್ ನಜಾತ್ ಎಜುಕೇಷನ್ ಸೆಂಟರ್. ഏനപ്പോയ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, ഏനപ്പോയ ദന്തൽ കോളേജ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ചടങ്ങിൽ ജയപ്രകാശ്, നാരായണ, മുഹമ്മദ് ഹാജി മണ്ണംകുഴി, അരവിന്ദ ചിക്കുറുപാതെ, മൊയ്തൂട്ടി, സിദ്ദിഖ് സഖാഫി, ഹബീബ് റഹ്മാൻ തങ്ങൾ, അബ്ദുൽ സഖാഫി പള്ളപ്പാടി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. തണൽ വീട് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സ്നേഹസംഗമം 2018 ഏപ്രിൽ 25-ന് ചെങ്കള പഞ്ചായത്ത് CH മുഹമ്മദ് കോയ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. നെല്ലിക്കുന്ന് MLA പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. ഏപ്രിൽ 25-ന് ചെർക്കള CH മുഹമ്മദ് കോയ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന തണൽ വീട് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ സ്നേഹസംഗമത്തിൽ തണൽ വീട് പ്രസിഡന്റ് താജുദ്ദീൻ പാണലം അധ്യക്ഷത വഹിക്കും. നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ മുൻ മന്ത്രി ചെർക്കളം അബ്ദുള്ള, SI വിനോദ് കുമാർ, സായ്ന സലീം, AG മാത്യു, അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, ഹാഷിം ബംറാണി, ഹക്കീം കുന്നിൽ, അഡ്വക്കേറ്റ് K ശ്രീകാന്ത് തുടങ്ങിയവർ സംബന്ധിക്കും. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ സേവനം നടത്തുന്നവരെ ചടങ്ങിൽ ആദരിക്കും. ന്യൂ ജനറേഷൻ കാലത്തെ കാരുണ്യ പ്രവർത്തനം എന്ന വിഷയത്തിൽ എബി കുട്ടിയാനവും, അരുത് ഇന്ത്യയെ കൊല്ലരുത് എന്ന വിഷയത്തിൽ കൊപ്പൽ ചന്ദ്രശേഖരനും ക്ലാസുകൾ കൈകാര്യം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ മുഹമ്മദ് കുഞ്ഞി അടൂർ, ഷഫീഖ് സൂരി എർമാളം, അഹമ്മദ്, ഹക്കീം എർമാളം എന്നിവർ സംബന്ധിച്ചു. പാടി ബെള്ളൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിനും കൈലാർ ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹോത്സവത്തിനും ഭക്തിസാന്ദ്രമായ തുടക്കം. ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ നിരവധി ഭക്തർ അണിനിരന്നു. ബെള്ളൂർ മഹാവിഷ്ണു ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നത്. ഭക്ഷണ കലവറയിലേക്കുള്ള വിഭവങ്ങളുമായി നൂറുകണക്കിന് സ്ത്രീകൾ ഘോഷയാത്രയിൽ അണിനിരന്നു. പാടി മീത്തലവീട് ദൈവാലയത്തിൽ നിന്നായിരുന്നു ഘോഷയാത്ര ആരംഭിച്ചത്.
പാടി ശ്രീ കൈലാർ ശിവക്ഷേത്രം വഴി ബെള്ളൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കലവറ നിറയ്ക്കൽ ഘോഷയാത്ര സമാപിച്ചു. ഉത്സവത്തിന് ശേഷം ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു. പാടി ബെള്ളൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലും കൈലാർ ശിവക്ഷേത്രത്തിലെയും ഉത്സവത്തിൻ്റെ ഭാഗമായി വിവിധ കലാധാർമ്മിക സാംസ്കാരിക പരിപാടികൾ നടക്കും. മെയ് 4 വരെയാണ് ഇരു ക്ഷേത്രങ്ങളിലെയും ഉത്സവം. ബ്രഹ്മശ്രീ ഇരവിൽ കേശവതന്ത്രികളുടെ കാർമ്മികത്വത്തിലാണ് ഉത്സവം നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCN. ബാലൻ മാസ്റ്റർ രചിച്ച പരപ്പ ഒരു ഗ്രാമത്തിന്റെ പാഠഭേദങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം പരപ്പയിൽ നടന്നു. പ്രസിദ്ധ നോവലിസ്റ്റ് CV ബാലകൃഷ്ണൻ പ്രകാശനം ചെയ്തു. പരപ്പ ശ്രീ തളിക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായായിരുന്നു പുസ്തക പ്രകാശനം. പരപ്പ ശ്രീ തളിക്ഷേത്ര പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായാണ് K. ബാലൻ മാസ്റ്റർ രചിച്ച പരപ്പ ഒരു ഗ്രാമത്തിന്റെ പാഠഭേദങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നത്. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. രാജൻ പുസ്തക പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കിനാനൂർ കരിന്തള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V. ബാലകൃഷ്ണൻ അധ്യക്ഷനായി. പ്രസിദ്ധ നോവലിസ്റ്റ് CV ബാലകൃഷ്ണൻ പുസ്തക പ്രകാശന കർമ്മം നിർവഹിച്ചു. NSS ഹോസ്ദുർഗ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് PM ഉണ്ണികൃഷ്ണൻ നായർ പുസ്തകം ഏറ്റുവാങ്ങി. ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KM രാമചന്ദ്രൻ ഉപഹാര സമർപ്പണം നടത്തി. MK ഗോപകുമാർ, പിനാൻ നീലേശ്വരം, AR സോമൻ മാസ്റ്റർ, CM ഇബ്രാഹിം, PA ജോസഫ്, P. നാരായണ ഗുരുസ്വാമി, കമലാക്ഷൻ കക്കോൽ, ഡോക്ടർ ശശിധരൻ, മധു വട്ടിപ്പുന്ന, ഉഷാകുമാരി പുങ്ങംജാൽ, C. കോമളവല്ലി, K. ബാലകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് കരിച്ചേരി കുഞ്ഞമ്പു നായർ സ്വാഗതവും T. അനാമയൻ നന്ദിയും പറഞ്ഞു. സിറ്റി ബാഗിന്റെ 5ാമത്തെ ഷോറൂം ഉപ്പളയിൽ ആരംഭിച്ചു. ഉപ്പള ഹനഫി ബസാറിലാണ് പുതിയ ഷോറൂം ആരംഭിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പ്രമുഖർ സംബന്ധിച്ചു. സയ്യിദ് ഷഹീർ ഹുസൈൻ തങ്ങൾ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സിറ്റി ബാഗ് സ്ഥാപകൻ അബ്ദുൽ കരീം, മാനേജിംഗ് ഡയറക്ടർ അൻവർ സാദത്ത്, മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AKM അഷ്റഫ്, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ഫരീദ സക്കീർ, മഞ്ചേശ്വരം പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ അസീസ്, മംഗൽപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് ബന്ദിയോട്, വ്യാപാര പ്രമുഖൻ മുഹമ്മദ് ഹാജി, ഹനീഫ ഗോൾഡ് കിങ്, അഷ്റഫ് കർല, കയ്യൂം മാനിയ, TM മെഹറോഫ് എന്നിവർ സംസാരിച്ചു. സിറ്റി ബാഗ് സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി സൗജന്യമായി നൽകുന്ന ബാഗുകളുടെ വിതരണോദ്ഘാടനവും ചടങ്ങിൽ നടന്നു. 2500 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ബാഗുകൾക്ക് വേണ്ടിയുള്ള ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂമാണ് ഉപ്പള ഹനഫി ബസാറിൽ ആരംഭിച്ചത്. ഉപ്പളയ്ക്ക് പുറമെ കാസർഗോഡ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ, മുംബൈ എന്നിവിടങ്ങളിലാണ് സിറ്റി ബാഗിന് ഷോറൂമുകളുള്ളത്. ന്യൂസ് ഡെസ്ക് KCN. ചൂരിയിലെ മദ്രസാധ്യാപകൻ റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ ജില്ലാ കോടതി തള്ളി. ഇതിനിടെ കേസിന്റെ വിചാരണ ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു. ചൂരിയിലെ മദ്രസാധ്യാപകൻ റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ ജില്ലാ കോടതി തള്ളി. പ്രതികളായ കേളുകുട്ടെ അയ്യപ്പനഗർ ഭജനമന്ദിരത്തിന് സമീപത്തെ അജേഷ് എന്ന അപ്പു, കേളുകുട്ടയിലെ നിതിൻ, കേളുകുട്ടെ ഗംഗൈ നഗറിലെ അഖിലേഷ് എന്ന അഖിൽ എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് തിങ്കളാഴ്ച രാവിലെ തള്ളിയത്. കേസിന്റെ വിചാരണ ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു. കേസിൽ UAPA ചുമത്തണമെന്ന റിയാസ് മൗലവിയുടെ കുടുംബത്തിന്റെ ഹർജിയിൽ വാദം കേൾക്കുന്ന സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമാകും വരെ വിചാരണ നിർത്തിവെക്കുവാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ന്യൂസ് ഡെസ്ക് KCN. അജാനൂർ പുതിയകണ്ടം വിശ്വകർമ്മ ക്ഷേത്രത്തിൽ വിശ്വകലാക്ഷേത്രം ദാരുശില്പ പ്രദർശനം സംഘടിപ്പിച്ചു. കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ G. ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. കലാകാരന്മാരും കലാസൃഷ്ടികളും സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് ഡോക്ടർ G. ഗോപകുമാർ പറഞ്ഞു. അജാനൂർ പുതിയകണ്ടം ശ്രീമദ് പരശിവ വിശ്വകർമ്മ ക്ഷേത്രത്തിലെ 70ാമത് പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രം ട്രസ്റ്റിന്റെ അനുബന്ധ കലാസാംസ്കാരിക സംഘടനയായ വിശ്വകലാ കേന്ദ്രം സംഘടിപ്പിച്ച ദാരുകലാസൃഷ്ടികളുടെ പ്രദർശനോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ഉത്തരാധുനിക ലോകത്ത് കലാകാരന്മാരുടെ സൃഷ്ടികളും ക്ഷേത്രകലകളും സംരക്ഷിക്കപ്പെടേണ്ടത് വരും തലമുറയോട് നമുക്കുള്ള കടമയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഡോക്ടർ ത്രിവിക്രമൻ ആചാര്യയെ പോലുള്ള ഗവേഷകർ ഇത്തരം കലകളുടെ പാശ്ചാത്യ തനിമ നിലനിർത്തുന്നതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്നും അത് തുടരണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വിശ്വകർമ്മ സമൂഹം പാരമ്പര്യമായി ചെയ്തിരുന്ന ദാരുകല സൃഷ്ടികൾ അത് പുനരാവിഷ്കരിക്കുക മാത്രമല്ല പുനർജീവിപ്പിക്കുകയും അതിന് വേണ്ട ഒരു താല്പര്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയും അതുവഴി ഇത്തരം കലാരൂപങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുകയാണ്.
കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ദാരുകലാകാരന്മാർ സമർപ്പിച്ച മനം കുളിർക്കുന്ന ശില്പങ്ങൾ അദ്ദേഹം നോക്കിക്കാണുകയുണ്ടായി. തുടർന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ചെയർമാൻ പുരുഷോത്തമൻ വിശ്വകർമ്മൻ അധ്യക്ഷനായി. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ, പഞ്ചായത്ത് വികസന ക്ഷേമകാര്യ സമിതി ചെയർമാൻ MV രാഘവൻ, വാർഡംഗം ഗീതാ ബാബുരാജ്, വി ഗണേശൻ, KV ഗംഗാധരൻ ആചാരി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് വിശ്വബ്രഹ്മം എന്ന CD-യുടെ പ്രകാശനം നടന്നു. ആദ്യ ദിനം ശില്പ പ്രദർശനം കാണാൻ നിരവധി ആളുകൾ എത്തിയിരുന്നു. ഏപ്രിൽ 24 വരെ പ്രദർശനം തുടരും. സമാപന സമ്മേളനം നടൻ സുരേഷ് ഗോപി MP നിർവഹിക്കും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വല യോജന പദ്ധതിയിൽ വനിതകൾക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകുന്നു. ഗ്രാമസ്വരാജ് അഭിയാന്റെ ഭാഗമാണ് പദ്ധതി. ചെറുവത്തൂരിൽ ഏകദിന ക്യാമ്പ് നടത്തി. ഗ്രാമസ്വരാജ് അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിലാണ് വനിതകൾക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകുന്നത്. പദ്ധതിക്ക് ജില്ലയിൽ തുടക്കം കുറിച്ചു. ചെറുവത്തൂർ പഞ്ചായത്ത് ഹാളിൽ നടന്ന ഏകദിന ക്യാമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV പ്രമീള ഉദ്ഘാടനം ചെയ്തു. സമയത്ത് നമുക്കത് ക്രമീകരിച്ച് കൊണ്ടുപോകാൻ നമുക്ക് ഇതിന്റെ ഭാഗമായി കഴിയും. അപ്പോൾ ഇന്ന് വന്ന ആൾക്കാർ പുതുതായി കണക്ഷൻ എടുക്കുന്നവരും അല്ലാത്തവരും അതിന്റെ ഒരു പ്രായോഗികതയും മറ്റുള്ള നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് ഇതിനെ നല്ല വിജയമാക്കി തീർക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. പിന്നോക്ക വിഭാഗക്കാർക്ക് കുറഞ്ഞ ചെലവിൽ പാചകവാതക സൗകര്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പുതിയ ഗ്യാസ് കണക്ഷനുകൾക്ക് 1600 രൂപയുടെ സാമ്പത്തിക സഹായവും നൽകും. 2019 ആകുമ്പോഴേക്കും 5 കോടി ഉപഭോക്താക്കളെ പദ്ധതിയിൽ എത്തിക്കുക എന്നതും പെട്രോളിയം മന്ത്രാലയത്തിന്റെ ലക്ഷ്യമാണ്. ചെറുവത്തൂർ, പിലിക്കോട്, പടന്ന, കയ്യൂർ, ചീമിനി, തൃക്കരിപ്പൂർ പഞ്ചായത്തുകളിലെ ഗുണഭോക്താക്കൾ ക്യാമ്പിൽ സംബന്ധിച്ചു. BPCL ഡെപ്യൂട്ടി ജനറൽ മാനേജർ CH വിനോദ്, SC കോർഡിനേറ്റർ ജയശ്രീ, രാജേഷ് കുമാർ എന്നിവർ ക്യാമ്പിൽ സംസാരിച്ചു. DYFI ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന K7 സോക്കർ സീസൺ 2 ഫിക്സ്ചർ കാഞ്ഞങ്ങാട് DYSP K ദാമോദരൻ പ്രകാശനം ചെയ്തു. DYFI ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന K7 സോക്കർ സീസൺ 2 ഫിക്സ്ചർ കാഞ്ഞങ്ങാട് DYSP K ദാമോദരൻ പ്രകാശനം ചെയ്തു. ഗ്രൗണ്ടിലേക്ക് വന്ന് കണ്ട് സുരക്ഷിതമായി തിരിച്ചു പോകാനുള്ള സാഹചര്യം ഈ കാഞ്ഞങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ സംഘാടകർ കഴിഞ്ഞ വർഷം വളരെ ഭംഗിയായി നിർവഹിച്ചിരുന്നു. ഈ വർഷവും അതിനേക്കാൾ ഭംഗിയായിട്ട് നടന്നു നിൽക്കാമെന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷെ പോലീസിന്റെ സാന്നിധ്യം വളരെയധികം കുറക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. M പൊക്ലൻ അധ്യക്ഷനായി. ഹമീദ് ഹാജി, അരവിന്ദൻ മാണിക്കോത്ത്, P നാരായണൻ, ബിൽടെക് അബ്ദുള്ള, MK വിനോദ്, മുഹമ്മദ് അസ്ലം, JJ ജോണി തുടങ്ങിയവർ സംസാരിച്ചു. PK നിഷാന്ത് സ്വാഗതവും രതീഷ് നെല്ലിക്കാട്ട് നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസങ്ങളിലായി പെയ്ത വേനൽ മഴയെ തുടർന്ന് ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷം. കടൽക്ഷോഭത്തെ തുടർന്ന് മുസോടി അദീക്ക കടപ്പുറത്ത് 3 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കാസർഗോഡ് ജില്ലാ പോലീസ് നടപ്പിലാക്കുന്ന സഹൃദയ പദ്ധതിയുടെ വാർഷിക സൗഹൃദോത്സവം മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു. സൗഹൃദോത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ദേശീയ റോഡ് സുരക്ഷാ വാരാഘോഷത്തിന് ജില്ലയിൽ തുടക്കമായി. വാരാചരണത്തിന്റെ ഭാഗമായി ജില്ലയിൽ സംഘടിപ്പിക്കുന്നത് വിപുലമായ പരിപാടികൾ. ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ് ജനറൽ കമ്മിറ്റിയുടെ യുവമുന്നേറ്റ യാത്ര കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങിൽ ഫിലിപ്പ് എബ്രഹാം യാത്ര ഉദ്ഘാടനം ചെയ്തു. പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സുവർണ ജൂബിലി വർഷത്തിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം ശ്രദ്ധേയമായി. GST ഇന്റലിജൻസ് ഡയറക്ടർ ജനറൽ ജോൺ ജോസഫ്, തെന്നിന്ത്യൻ സാഹിത്യകാരി റുഖിയ സൽമ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. ഭാസ്കര കുമ്പളയുടെ 21ാമത് രക്തസാക്ഷിത്വ ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ നിരവധി പേർ സംബന്ധിച്ചു. മഞ്ചേശ്വരം ചിഗറുപാതെ CM നഗർ ദാറുൽ നജാദ് എഡ്യൂക്കേഷൻ സെന്റർ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 8ാം വാർഷികത്തിന്റെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.